ഹലോ, നമ്മൾ വീണ്ടും പോക്കിമോൻ എക്സ്പ്ലനേഷനുമായിട്ട് വന്നത്. ഇത് എപ്പിസോഡ് 22 അപ്പോൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി അത് നോക്കുക. അപ്പോൾ നമുക്ക് 22ാമത്തെ എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു ചെറിയ കുട്ടിയും ആ കുട്ടിയെ മടിയിൽ വെച്ചിരിക്കുന്ന വേറൊരാളെയും കാണിച്ചുകൊണ്ടാണ്. പിന്നെ ആ വലിയ പെൺകുട്ടി പറയുന്നുണ്ട്, നമുക്ക് കളിക്കാനുള്ള സമയമായി കഴിഞ്ഞു. ആശും അവൻ്റെ കൂട്ടുകാരും ചികണി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവർ ഇപ്പോൾ പോകുന്നത് നിഗൂഢമായ ഒരു കാട്ടിലൂടെയാണ്. എവിടെ നോക്കിയാലും ഇരുട്ട്. വീണ്ടും അവർക്ക് അവരുടെ വഴി തെറ്റി. ആശും കൂട്ടുകാരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അടി പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അപ്പുറത്തൊരു കുട്ടിയെ കാണും അവർ. ആ കുട്ടിയാണെങ്കിൽ അവിടെ നിന്ന് ഓടും. ആശാണെങ്കിൽ ആ കുട്ടീൻ്റെ ബാക്കിൽ ഓടും. മുമ്പിൽ വഴിയൊന്നും കാണാതെയാണ് ആശ ഓടുന്നത്. അങ്ങനെ ആശ താഴേക്ക് വെക്കും. ആശാണെങ്കിൽ കറക്റ്റ് ടൈമിൽ ബൾബസറിനെ യൂസ് ചെയ്ത് രക്ഷപ്പെടും. അങ്ങനെ ആശും കൂട്ടുകാരും അവരുടെ അടുത്ത സിറ്റിയെ സാഫ്രോൺ സിറ്റി കണ്ടുപിടിക്കും. നമുക്ക് പറയും, സാഫ്രോൺ സിറ്റിത്തെ ജിം ലീഡർ സെബ്രീനയാണ്. അവളെ നിനക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് മാർച്ച് ബാഡ്ജ് കിട്ടും. സെബ്രീന, ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. അങ്ങനെയാണ് 22ാമത്തെ എപ്പിസോഡിന്റെ പേര് കാണിക്കുന്നത്, ആബ്ര ആൻഡ് ദ സൈക്കിക് ഷോ ഡൗൺ. അവർ സാഫ്രോൺ സിറ്റിക്ക് എത്തിയപ്പം അവരെ വരവേക്കാൻ രണ്ടുപേരുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേർ ഇവരെ അങ്ങോട്ടോ കൊണ്ടുപോകും. അവരാണെങ്കിൽ പീക്കാച്ചിനെ പിടിക്കും. അവരാണെങ്കിൽ അവിടെ ഒരു സ്ക്വയറിനോട് നിന്നപ്പോൾ അത് അവിടുന്ന് അവരെ ടെലിപ്പോർട്ടാക്കും. അവരാണെങ്കിൽ വേറെ റൂമിലെത്തും. വേഷമാരി വന്നിരുന്നത് വേറെ ആരുമല്ല, ടീം റോക്കറ്റ് ആയിരുന്നു. അവരാണെങ്കിൽ പീക്കാച്ചിനെ പിടിച്ചു വെച്ച് കെട്ടിയിട്ടിട്ടുണ്ടാകും. അങ്ങനെ ആ കുട്ടി ഇങ്ങോട്ട് വരും. ഒരു ടീം റോക്കറ്റിലെ ജെസ്സിയും ജെയിംസിനെയും സ്റ്റക്കാക്കി വെച്ച് പീക്കാച്ചിനെ എടുത്ത് അവിടുന്ന് പോകും. അങ്ങനെ ആ കുട്ടി പീക്കാച്ചിനെ കൊണ്ട് ആഷിന്റെ അടുത്തേക്ക് പോകും. ആ കുട്ടിയാണെങ്കിൽ ആഷിനും ആഷിന്റെ കൂട്ടുകാരും അവിടുന്ന് ടെലിപ്പോർട്ട് ചെയ്യും. അങ്ങനെ ആഷും ആഷിന്റെ കൂട്ടുകാരും ടെലിപ്പോർട്ട് ആവുന്നത് ഈ ജിമ്മിന്റെ മുമ്പിലേക്ക്. അങ്ങനെ ഒരാൾ അങ്ങോട്ട് വന്ന് പറയും, നീ സെബ്രീനയുമായിട്ട് ബാറ്റിൽ വന്നതാണോ? അങ്ങനെയാണെങ്കിൽ നീ ഇവിടുന്ന് വേഗം പോയിക്കോ. ആഷ് എന്തിനാണ് അതെന്ന് ചോദിക്കുമ്പോൾ തന്നെ അയാൾ അവിടുന്ന് ഓടിപ്പോയിട്ടുണ്ടാകും. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്താ ഇങ്ങനെ ആരും കാണാനില്ലല്ലോ. അങ്ങനെ അവർ ഒരാളെ കണ്ടുമുട്ടും. ഞാൻ വന്നത് ഒരു പോക്കിമോൻ മാച്ചിനാണ്, എനിക്ക് മാർച്ച് ബാഡ്ജ് വേണം. നീ എന്താ ഗ്രേറ്റ് സെബ്രീനെ വെല്ലുവിളിക്കാൻ വന്നതാണോ? അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടി ഉണ്ടാവും ഇവിടെ. ഈ കുട്ടി പറയും, നിങ്ങൾ തോക്കുകയാണെങ്കിൽ നിങ്ങളെ വെച്ച് ഞാൻ ഒരു കളി കളിക്കും. എന്നാൽ കളിക്കാൻ സമയമായില്ലേ? അപ്പോൾ നീയല്ലേ സെബ്രീന, ഇത് ജിം ലീഡർ. സെബ്രീനയാണെങ്കിൽ ആബ്ര എന്ന് പറഞ്ഞൊരു പോക്കിമോനാർക്കും, ഒരു സൈക്കിക് ടൈപ്പ് പോക്കിമോൻ. ആശാണെങ്കിൽ പീക്കാച്ചുനി ബാറ്റിലൊക്കെ റെഡിയായി നിൽക്കുമ്പോഴായിരിക്കും ഈ പോക്കിമോൻ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പോക്കറ്റ് ടെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോഴാണ്, ഇതാണ് ആബ്ര, സൈക്കിക് ടൈപ്പ് പോക്കിമോൻ. ഇതിന് 18 മണിക്കൂർ ഉറക്കം വേണം. ഇതിന് മെയിൻ പവറാണ് ടെലക്കിനീസിസ്. പീക്കാച്ചുനി തണ്ടർ ഷോക്ക് യൂസ് ചെയ്യും. എന്നാൽ അപ്പോൾ അത് ടെലിപ്പോർട്ടായി പോകും. പെട്ടെന്നാണ് ആബ്ര ഇവോൾവായി കഡാബ്രായി മാറും. പീക്കാച്ചു നല്ല അറ്റാക്ക് യൂസ് ചെയ്യുമെങ്കിലും കഡാബറിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല പീക്കാച്ചുക്ക്. അങ്ങനെ ആശ് ഈ മാച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. ഞാൻ നിർത്തി. അപ്പോൾ കുട്ടി പറയും, നമ്മളൊക്കെ കൂട്ടുകാരല്ലേ, നിങ്ങൾ എനിക്ക് വാക്ക് തന്നായിരുന്നു നമുക്ക് ഒപ്പം കളിക്കാമെന്ന്. അങ്ങനെ പെൺകുട്ടി അവരെ വീണ്ടും ഇവിടുന്ന് ടെലിപ്പോർട്ടാക്കും. അതാണെങ്കിൽ ഒരു സിറ്റിയിലേക്കായിരിക്കും അവരെ ടെലിപ്പോർട്ടാക്കിയിട്ടുണ്ടാവുക. ഒന്നുമില്ലല്ലോ. ആശാണെങ്കിൽ ഒരു വീട്ടിൽ കയറി നോക്കും. വീട്ടിലാണെങ്കിൽ അവിടുത്തെ ടേബിളിൽ കുറെ കേക്കൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിലൊരു പീസ് എടുത്ത് ബ്രോക്ക് തിന്നു നോക്കും. അപ്പോഴാണ് അറിയാം അത് ഫേക്കാണ്. പിന്നെ മിസ്റ്റീവ് എന്ന് പറയും, ഇതൊരു ഡോൾ ഹൗസ് ആണ്, നമ്മളിവിടെ കുടുങ്ങിപ്പോയെന്ന് തോന്നുന്നു. അപ്പോഴായിരിക്കും കുട്ടി ഇവർ നിൽക്കുന്ന വീടിന്റെ മോൾ ഭാഗം എടുത്തു മാറ്റി നോക്കും. ഇപ്പൊ എനിക്ക് നിങ്ങളെ എല്ലാവരുടെയും കൂടെ കളിക്കാം. അവരാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകും. അപ്പോൾ മിസ്റ്റീവ് പറയും, ഇത് മൊത്തം കളിപ്പാട്ടങ്ങളാണ്, നമ്മളിവിടെ കുടുങ്ങി, നമ്മളെ വെച്ച് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെയാണ് കാണുന്നത് ആ സിറ്റി മൊത്തം ചെറിയൊരു കളിപ്പാട്ടമാണ്. അവരങ്ങനെ ഓടി ഒരു സ്ഥലത്ത് കൊടുങ്ങും. ആ പെൺകുട്ടിയാണെങ്കിൽ ഒരു ബോളും കയ്യിൽ പിടിച്ച് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് കളിക്കാം, ഇത് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്ക്. അങ്ങനെ പറഞ്ഞ ബോൾ ഉരുട്ടി വിടും. അപ്പോഴായിരിക്കും ആദ്യം കണ്ട അയാൾ ഇവരെ വന്ന് രക്ഷിക്കും. ഇവരെ ടെലിപ്പോർട്ടാക്കി കൊണ്ടുപോകും. നല്ല രസമുണ്ടായിരുന്നു, നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലും ഒന്നും കൂടി കളിക്കണം. പിന്നെ അവരെ ഒറിജിനൽ സിറ്റിയിലേക്ക് അയാൾ കൊണ്ടുവരും. ആശു പറയും, ഒരുപാട് നന്ദി ഞങ്ങളെ സഹായിച്ചതിന്. അപ്പോൾ മിസ്റ്റി പറയും, നിങ്ങൾക്ക് തന്നെ മനസ്സിലായത് ഞങ്ങൾ അവിടെ ഉണ്ടാക്കുമെന്ന്. അപ്പോൾ അയാൾ പറയും, സബ്രീന വളരെ ഡേഞ്ചറസ് ആയ ഒരു പോക്കിമോൺ ട്രെയിനറാണ്. ഇപ്രാവശ്യം എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞു, പക്ഷേ അടുത്ത പ്രാവശ്യം എനിക്കത് കഴിയും തോന്നുന്നില്ല. ഇനി അടുത്ത പ്രാവശ്യം കൂടി നിങ്ങൾ കുടുങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾ പിന്നീട് തിരിച്ചു വരില്ല. നിങ്ങൾ അവളുടെ കളിപ്പാട്ട പെട്ടിയിൽ കുടുങ്ങിപ്പോകും. ഇപ്പോൾ തന്നെ ഞങ്ങൾ സാഫ്രോൺ സിറ്റി ഇവിടുന്ന് വിട്ടുപോകണം, പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. പ്രാവശ്യം എനിക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് മാർച്ച് ബാഡ്ജ് വേണം, എന്നിട്ട് എനിക്ക് പോക്കിമോൻ ലീഗിൽ പങ്കെടുക്കണം. അപ്പോൾ അയാൾ പറയും, എനിക്കൊരിക്കലും സബ്രീന്റെ കയ്യിലുള്ള സൈക്കിക് പോക്കിമോനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ആശ് പറയും, ഞങ്ങളോട് പറ്റും, ഞങ്ങൾ ക്യുക്കായി അറ്റാക്ക് ചെയ്യും. അപ്പോൾ സൈക്കിക് പോക്കിമോനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അയാളുടെ കയ്യിലെ ടെലിക്കിനസിസ് യൂസ് ചെയ്ത് ആഷിനെ കൺട്രോൾ ചെയ്യും അയാൾ. എനിക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല, പിന്നെയാണോ സെബ്രീന? ഒരു ചാൻസുമില്ല. ആശ് പറഞ്ഞ എനിക്കും പഠിപ്പിച്ചു തരുമോ ടെലിക്കിനസിസ്? ഇതിന് നീ ജനിക്കുമ്പോൾ നിനക്ക് ടെലിക്കിനറ്റിക് പവർ വേണം, അതുകൊണ്ട് തന്നെ നിനക്കത് പഠിക്കാൻ കഴിയില്ല. എനിക്ക് ടെലിക്കിനസിസ് പഠിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്ക് അവളെ തോൽപ്പിക്കാൻ പറ്റുമെന്ന വിശ്വാസമുണ്ട്.
കുട്ടി, എൻ്റെ ഈ പവർ യൂസ് ചെയ്ത് എനിക്ക് സെബ്രീനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെ നിനക്ക്? പ്ലീസ്, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. എനിക്ക് സെബ്രീനെ പരാജയപ്പെടുത്തി മാർസ് ബാഡ്ജ് വേണം. ഒരു വഴിയുണ്ട് അവളെ പരാജയപ്പെടുത്താൻ. അയാൾ പറയും, സൈക്കിക് ടൈപ്പ് പോക്കിമോണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഗോസ്റ്റ് ടൈപ്പ് പോക്കിമോനാണ്. നീ ലാവൻഡർ ടൗണിൽ പോയി ഒരു ഗോസ്റ്റ് പോക്കിമോനെ പിടിച്ചു വാ, എന്നാൽ നിനക്കൊരു ചാൻസ് ഉണ്ട്. ഇന്ന് നമുക്ക് ലാവൻഡർ ടൗണിലേക്ക് പോകാം. ആരാണ് ഈ നിഗൂഢത നിറഞ്ഞ ആൾ? എന്താണ് സബ്രീന ഒളിപ്പിച്ചു വെക്കുന്നത്? ആഷ്നിനി ലാവൻഡർ ടൗണിൽ നിന്ന് ഗോസ്റ്റ് പോക്കിമോനെ കിട്ടുമോ? ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് എപ്പിസോഡ് 22 അവസാനിക്കുന്നത്. നമുക്കിനി അടുത്ത എപ്പിസോഡും കാണാം. അവസാനം പിന്നെ ടീം റോക്കറ്റിനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ.